ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയുടെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാകാം. ദിലീപൻ ഒരു തടി വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യവസായം നല്ല നിലയിൽ പോയപ്പോൾ അദ്ദേഹം ഒരു വീട് പണിതു. പണിയുടെ ഓരോ ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും അതിൽ നൽകിയതുകൊണ്ട് തന്നെ അത് വളരെ സൗകര്യമുള്ളതും ആകർഷണീയവും മനോഹരവുമായ സൗധമായി മാറി. ആ നാട്ടിലെ പല ധനാഢ്യന്മാരും ആ വീട് മോഹവിലയ്ക്ക് വാങ്ങുവാൻ തയ്യാറായെങ്കിലും ദിലീപൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ ദിലീപൻ അത് വിൽക്കുവാൻ തയ്യാറായില്ല. ദിലീപന് 3 ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത്. ദിലീപൻ 3 പേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ചു. അവരെല്ലാം ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, തരക്കേടില്ലാത്ത ഉദ്യോഗങ്ങളിൽ കഴിയുന്നു. കാലം ഏറെ പോയി, മാറ്റങ്ങളുണ്ടായി. മാറ്റത്തിനനുസരിച്ച് ദിലീപന് കച്ചവടത്തിൽ മാറ്റങ്ങളുണ്ടായില്ല. ദിലീപിൻ്റെ മക്കൾ എല്ലാം വിവാഹിതരായി. എന്നാൽ മക്കളിൽ ഒരാളെപ്പോലും തന്നെ താനാക്കി മാറ്റിയ തൻ്റെ കച്ചവടത്തിൽ പങ്കാളിയാക്കുവാനോ കച്ചവടം പഠിപ്പിക്കുവാനോ ദിലീപൻ തയ്യാറായതുമില്ല. അങ്ങനെയിരിക്കെ കുട്ടികളുടെ വിവാഹമെല്ലാം കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടിയും ഓരോ മക്കളും മരുമക്കളും ഈ വീട് തനിക്കായിരിക്കും അച്ഛൻ നൽകുക എന്നുള്ള ചിന്തയിലായിരുന്നു. അവരങ്ങനെ ആഗ്രഹിച്ചു. ഓരോ മക്കളുടെയും ആഗ്രഹം മനസ്സിലായ ദിലീപൻ ഒരു ദിവസം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ 3 പേരും ആലോചിച്ച് ഈ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുക. ഞാൻ തീർത്ഥാടനത്തിനായിട്ട് പോവുകയാണ്. ദിലീപൻ തീർത്ഥാടനത്തിന് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദിലീപൻ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങി വീട്ടിൻ്റെ മുന്നിലെത്തിയപ്പോൾ ദിലീപൻ ആകെ അമ്പരന്ന് പോയി. തൻ്റെ സ്വപ്ന സൗധം സൗധത്തിന് തീ പിടിച്ചിരിക്കുന്നു. നാട്ടുകാരും മറ്റും അവിടെ കൂടി നിന്ന് തീ അണയ്ക്കുവാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്ര തന്നെ ശ്രമിച്ചാലും നല്ലൊരു ഭാഗവും അഗ്നിക്കിരയായി കഴിഞ്ഞതായി ദിലീപന് മനസ്സിലായി. തൻ്റെ മനോഹരമായ താൻ പാടുപെട്ടുണ്ടാക്കിയ വീട് തീ പിടിച്ചത് കണ്ട ദിലീപൻ എന്ത് ചെയ്യണമെന്നറിയാതെ മാറി നിന്ന തലയിൽ കൈവച്ച് ദൈവത്തിനെ വിളിച്ചു. അയാളുടെ കണ്ണുകളിൽ കൂടി കണ്ണീര് ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ മൂത്ത മകൻ അവിടെ വന്നു. അയാൾ ദിലീപൻ്റെ കാതിൽ പറഞ്ഞു, അച്ഛനെന്തിനാണ് ഈ കരഞ്ഞ് വിഷമിക്കുന്നത്? അത് ഇപ്പോൾ നമ്മളെ വീടല്ലല്ലോ. ദിലീപൻ ചോദിച്ചു, അതെന്ത്? അത് 2 ദിവസം മുമ്പേ നമ്മൾ വിറ്റ് കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിനേക്കാൾ 2 ഇരട്ടി വില കൂടുതൽ കിട്ടി. അതുകൊണ്ട് അച്ഛനുമായിട്ട് സംസാരിക്കാനോ ഒന്നും കഴിഞ്ഞില്ല. തിടുക്കത്തിൽ അത് നമ്മൾ വിറ്റു. പെട്ടെന്ന് തന്നെ കലങ്ങിയ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അപ്രത്യക്ഷമായി. മുഖത്ത് ഒരു തെളിച്ചം ദിലീപിൻ്റെ മുഖത്തൊരു തെളിച്ചമുണ്ടായി. അത് എൻ്റെ വീടല്ല എന്നുള്ള ഒരു ചിന്ത അപ്പോൾ ദിലീപിൻ്റെ മനസ്സിൽ വന്നു. അയാളും അവിടെ നിന്നെഴിച്ച് മറ്റ് നാട്ടുകാരെ പോലെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടേ നിഷ്ക്രിയനായി നിന്നു. അപ്പോഴേക്കുമാണ് തൻ്റെ 2ാമത്തെ മകൻ വരുന്നത്. 2ാമത്തെ മകൻ വന്ന് ദിലീപിനോട് പറഞ്ഞു, എന്തോന്ന് വെച്ചാൽ സ്വന്തം വീട് കത്തി അമരുമ്പോൾ കാഴ്ചക്കാരനായിട്ട് ഇവിടെ നോക്കി നിൽക്കുകയാണ്, അച്ഛനൊരു വിഷമവുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദിലീപൻ പറഞ്ഞു, നമ്മുടെ വീടല്ലല്ലോ ഇത്, എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞതാണല്ലോ ഇത് 2 ദിവസം മുമ്പ് വിറ്റു എന്ന്. അപ്പോൾ 2ാമത്തെ മകൻ പറഞ്ഞു, ജ്യേഷ്ഠൻ എന്തറിയാം, മുഴുവൻ തുകയൊന്നും കിട്ടിയില്ല, അഡ്വാൻസായിട്ട് കുറച്ച് തുക വാങ്ങിയതേ ഉള്ളൂ. ഇനി ഈ അഗ്നിക്കിരയായ വീട് അയാൾ വാങ്ങിക്കുമോ എന്ന് എങ്ങനെ അറിയാം എന്നായി. തൻ്റെ കണ്ണിൽ നിന്നും മാഞ്ഞ കണ്ണുനീർ വീണ്ടും വന്നു. അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറി.
മനസ്സിൽ വീണ്ടും വിഷമമായി. അയ്യോ, എൻ്റെ വീടാണല്ലോ ഈ കത്തി അമരുന്നത് എന്നുള്ള ചിന്തയായി. വീണ്ടും ദിലീപൻ കൂട്ടത്തിൽ നിന്ന് മാറിയിരുന്നു. ഓരോന്നും ചിന്തിച്ച് കരഞ്ഞ് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മൂന്നാമത്തെ മകൻ അവിടെ വരുന്നത്. മൂന്നാമത്തെ മകൻ അയാളോട്, ദിലീപനോട് പറഞ്ഞു, അച്ഛനെന്തിനാണ് ഈ ഇരുന്ന് വിഷമിക്കുന്നത്? ഞാനിപ്പോൾ ആ വീട് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ പോയി മടങ്ങി വരികയാണ്. അയാൾ നല്ല മനുഷ്യനാണ്. അയാൾ പറഞ്ഞ വാക്കിന് മാറ്റമില്ല. അയാൾ പറഞ്ഞു, എന്തായിരുന്നാലും ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കനുസരിച്ചിട്ടുള്ള തുക തരും. ഞാൻ വാങ്ങിച്ചതിന് ശേഷമാണ് ഈ വീട് അഗ്നിക്കിരയായെങ്കിൽ എന്ത് ചെയ്തേനെ? അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ പറഞ്ഞ തുക തന്നെ തന്ന വീട് വാങ്ങിക്കുമെന്ന്. വീണ്ടും ദിലീപൻ്റെ മനസ്സിലേക്ക് ചെറിയ പ്രത്യാശ വരുന്നു. അയാളുടെ കണ്ണീര് വിടവാങ്ങുന്നു. അയാൾ വീണ്ടും കണ്ണും തുടച്ച് ജയിച്ച് മറ്റുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി വെറും ഒരു കാഴ്ചക്കാരനായി നിഷ്ക്രിയനായി നിൽക്കുന്നു. നമ്മുടെ മനസ്സും അങ്ങനെയാണ്. നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് പ്രവൃത്തികളായി മാറുന്നത്. എന്നാൽ ഈ ചിന്തകളിൽ 100% നമ്മുടെ സ്വന്തമാണോ? അല്ല. നമ്മളുടെ ചിന്തകൾ ഒന്നുകിൽ നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന്, നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ നിന്ന് ഒക്കെയാണ് ഈ ചിന്തകൾ ഉണ്ടാകുന്നത്. ഇവിടെയും അങ്ങനെയാണല്ലോ. സാഹചര്യമെല്ലാം ഒന്ന്, സ്ഥലമൊന്ന്, വീട്, തീപിടുത്തം, എല്ലാം ഒരേ സാഹചര്യം. പക്ഷേ എത്ര പെട്ടെന്നാണ് ഒരാളുടെ ചിന്തകൾ സന്തോഷത്തിലേക്കും ദുഃഖത്തിലേക്കും പെട്ടെന്ന് മാറുന്നത്. അതുകൊണ്ട് ആരാണോ തൻ്റെ മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടാത്തതും തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നതും അവർക്ക് മാത്രമേ ഏതൊരു സാഹചര്യത്തിലും സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവുക ഉള്ളൂ എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതുവരെ രാകേഷ് ചീമര വിടവാങ്ങുന്നു. സ്വസ്തി പ്രചാപ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹ്യം മഹേഷ് കുബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.